ഇപ്പോൾ വി എസിന്റെ കാൽസ്പർശമേറ്റ ആലപ്പുഴയിലെ പി കൃഷ്ണപിള്ള സ്മാരക മന്ദിരത്തിൽ വി എസിന്റെ ഭൗതികദേഹം അവസാന മണിക്കൂറുകളിൽ കിടത്തിയിരിക്കുകയാണ്. ജനലക്ഷങ്ങൾ അവിടേക്ക് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അണമുറിയാത്ത ജനപ്രവാഹം. അടുത്തതായി ആലപ്പുഴ പോലീസ് റീക്രിയേഷൻ ഗ്രൗണ്ടിലേക്കാണ് വി എസിന്റെ ഭൗതികദേഹം കൊണ്ടുപോവുക. അവിടെ നിന്ന് സഹിൻ ആന്റണി നമുക്കൊപ്പം ചേരുകയാണ്. സഹിൻ, വേലിക്കകത്ത് വീട്ടിൽ വികാര വായ്പകളോടെ വി എസിനെ യാത്ര അയക്കുന്നത് സാക്ഷ്യം വഹിച്ച ശേഷമാണ് ഇപ്പോൾ സഹിൻ പോലീസ് റീക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തുക. വലിയ ചുടുകാട്ട്, രക്തസാക്ഷികളുടെ ചരിത്ര സ്മരണകൾ ഉറങ്ങുന്ന വലിയ ചുടുകാട്ടിലേക്കുള്ള അവസാന യാത്രയ്ക്ക് മുന്നോടിയായി അവസാനത്തെ ഒരു നോക്കു കാണാനുള്ള അവസാന അവസരം, സഖാക്കളെ, സുഹൃത്തുക്കളെ, ആരാധകരെ സംബന്ധിച്ച് അവസാനത്തെ അവസരം ആ ഗ്രൗണ്ടിലാണ്. അവിടുത്തെ ഒരുക്കങ്ങൾ എങ്ങനെയാണ്? എത്രത്തോളം വലിയ ജനക്കൂട്ടമുണ്ട് സഹിൻ? തീർച്ചയായിട്ടും പിന്നില് ഇന്നലെയും ഇന്നുമായി നമ്മൾ കാണുന്നത് ആയിരക്കണക്കിന് മനുഷ്യരെയാണ്. അവരാരെയും നമ്മൾക്ക് പരിചയമില്ലാത്ത, എന്നാൽ വി എസിലൂടെ പരിചയപ്പെട്ട ആയിരക്കണക്കിന് മനുഷ്യർ ഇവിടെ തന്നെ ഇപ്പോഴും നീണ്ട നിരയാണ് കാണുന്നത്. പല ആളുകളും പല ദേശങ്ങളിൽ നിന്നും വി എസിനെ കാണാൻ വേണ്ടി, അവസാനമായ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിയിരിക്കുന്ന മനുഷ്യർ. അതിൽ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, കുട്ടികളുണ്ട്, കുഞ്ഞു കുട്ടികളുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ കുടുംബസമേതം വന്നിരിക്കുന്ന ആളുകളുണ്ട് വി എസിനെ കാണാൻ വേണ്ടി തന്നെ. എങ്ങനെയാണ് വന്നത്? ടൂ വീലറിനെ വന്നത് കൊടുമക്കോട്ടായിട്ട്. അത് വി എസ് എന്നൊരു വികാരമാണ് നമുക്ക്. വി എസ് നമുക്ക് രാഷ്ട്രീയം എന്താണെന്ന് അറിയുന്ന അന്ന് തുടങ്ങി വി എസിൻ്റെ പ്രസംഗം നമുക്ക് വളരെ ഏറെ ഇഷ്ടപ്പെട്ടാണ്. അതുകൊണ്ട് മക്കളെയും കുഞ്ഞുങ്ങളെയും ഇത് ഒരു ചരിത്ര പുരുഷനെ കാണിക്കാൻ നമുക്ക് എനിക്ക് പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് കൊണ്ടുവന്ന പിള്ളേരാ. തീർച്ചയായിട്ടും പിന്നില്ല അത് തന്നെയാണ്. അതായത് ഈ കുഞ്ഞുമക്കളെയും എല്ലാമായി ഇരുചക്ര വാഹനത്തിൽ, പ്രത്യേകിച്ചും കോരിച്ചൊരിയുന്ന മഴയത്തൊക്കെ ഇങ്ങോട്ട് എത്തുക എന്ന് പറയുന്നത്, എറണാകുളത്ത് നിന്നാണ് ഈ ആലപ്പുഴയിലേക്ക് അദ്ദേഹം മക്കളുമായി എത്തിയത്. വീണ്ടും ആളുകളിലേക്ക് തന്നെ നമുക്ക് പോകാം. എവിടെ നിന്നാണ് വരുന്നത്? പാലക്കാട് നിന്നാണ് വരുന്നത്. ഞങ്ങൾ തൃശ്ശൂർ നിയമകലാലയത്തിൽ ഒരുമിച്ച് പഠിച്ച ആളുകളാണ്. ഞങ്ങൾ ഒരു ബാച്ചായിട്ട് വന്നിരിക്കുകയാണ്. കുറച്ച് ആളുകൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ മലയാളക്കരയുടെ ഇടനെഞ്ചിൽ കുത്തിവെച്ച രണ്ടക്ഷരം, അതാണ് വി എസ്. വി എസിന് അവസാനമായ ഒരു നോക്ക് കാണാൻ വേണ്ടി ഇത്രയും ദൂരം മഴയത്ത് വന്ന അഭിഭാഷകരാണ് ഞങ്ങളെല്ലാവരും. ഇനി വി എസിനെ കാണാൻ നമുക്ക് കഴിയില്ല. ആ വിഷമം ഉള്ളിലൊതുക്കി അവസാനമായ ഒരു നോക്ക് കാണുവാനും വി എസ് മുന്നോട്ട് വെച്ച ആശയങ്ങളുമായി മുന്നോട്ട് പോകുവാനും അത് ഉൾക്കൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തിയ ആളുകളുണ്ട്, അല്ലാതെ എത്തിയ ആളുകളുണ്ട്. നേരത്തെ ബില്ല് സൂചിപ്പിച്ചതുപോലെ, നേരത്തെ സനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യത്യസ്തമായ പാർട്ടികളിൽ നിന്ന് പെട്ട ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും വി എസ് എന്ന് പറയുന്ന രണ്ടക്ഷരം അതൊരു വികാരമായിരുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ആ വികാരം തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്താണ് വി എസ് കേരളത്തിന് നൽകിയത്, അത് തന്നെ കേരളം വി എസിന് തിരികെ നൽകുന്നു. ആ വി എസ് ചെയ്ത ഓരോരുത്തരോടും ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ, ആ പ്രവൃത്തികൾ ആ മനുഷ്യർ തിരികെ വി എസിന് നൽകിയാണ്. അദ്ദേഹത്തിന് ഏറ്റവും നല്ല വിടവാങ്ങലാണ് കേരളം വി എസിന് നൽകുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന റിക്രിയേഷൻ ഗ്രൗണ്ടിൽ തന്നെ കിലോമീറ്റർ കണക്കിന് ആളുകൾ നീണ്ട നിര കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ നമ്മൾക്കറിയാം, ഇന്ന് രാവിലെ 9 മണിയോടുകൂടി വി എസിൻ്റെ മൃതശരീരം അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിക്കുമെന്നുള്ളതായിരുന്നു. പക്ഷേ അതൊന്നുമല്ല, വളരെ സമയം വൈകി. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആയിരക്കണക്കിന് ആളുകൾ കാത്തിരുന്നു എന്നുള്ളതാണ്. മുദ്രാവാക്യങ്ങളൊക്കെ വെച്ച് വി എസ് മരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം ജീവിക്കുന്നു, നമ്മളിലൂടെ, നമ്മൾ ഓരോരുത്തരിലൂടെയും വി എസ് ജീവിക്കുന്നു എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മനുഷ്യർ ഇവിടെ നിന്നും, പല ദേശങ്ങളിൽ നിന്നും, പല ഇടങ്ങളിൽ നിന്നും വന്നിട്ടുള്ള മനുഷ്യർ, അവർക്കൊക്കെ വി എസിനെ ഒരു നോക്ക് കാണുക എന്നുള്ളതാണ്. എന്താണ് വി എസിനെ അവസാനമായി കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. വി എസ് നമ്മുടെ പ്രിയപ്പെട്ട കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെയും നമ്മുടെ സമര പോരാളി എന്ന നിലയിൽ ഞങ്ങൾ കാണാൻ അതിയായ ആഗ്രഹമുണ്ട്. ഞങ്ങൾ വീട്ടിൽ പോയി കണ്ടു, വീണ്ടും ഒന്നുകൂടെ കാണണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇവിടെ വീണ്ടും നിൽക്കുന്നത്. എവിടെയാണ്? പന്തളത്തുനിന്ന് വന്നിട്ട് വീട്ടിൽ പോയി കണ്ടിട്ട് പിന്നെ അതുതന്നെയാണ് പിന്നിലെ പല ഇടങ്ങളിൽ നിന്ന് വന്ന മനുഷ്യർ. അവരെല്ലാവരും വി എസിനെ കാണാൻ വേണ്ടി ഇവിടെ കാത്തു നിൽക്കുകയാണ്. അവർക്കറിയാം തങ്ങളുടെ പ്രിയപ്പെട്ട ജനനായകൻ വി എസ് എന്ന് പറയുന്ന ഒരു വികാരം, ആ വികാരം ഇനിയില്ല. പക്ഷേ വി എസ് നൽകിയിട്ടുള്ള സന്ദേശം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കറിയാം വി എസ് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, മാവൂരും മറയൂരും മതികെട്ടാനിലും ഒപ്പം തന്നെ ഐസ്ക്രീം കേസിലും എല്ലാം വി എസ് കേരളത്തെ ഒന്നായി കൊണ്ടുപോയി. കേരളത്തിലെ സ്ത്രീകൾക്കെതിരെ നടന്നിട്ടുള്ള എല്ലാ അതിക്രമങ്ങളിലും വി എസ് അവർക്ക്, സ്ത്രീകൾക്ക് ശരി കിട്ടുന്നതിന് വേണ്ടി,
അല്ലെങ്കിൽ അവർക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി പെരുമാറിയിരുന്നു. കേരളത്തിൽ നീതി നിഷേധിക്കപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവർക്ക് നീതി കിട്ടാൻ ഏതറ്റം വരെയും പോകാനായി അദ്ദേഹം തയ്യാറായിരുന്നു. മാത്രമല്ല അദ്ദേഹം സന്ധി ചെയ്യാറില്ലായിരുന്നു. തെറ്റുകളോടൊരിക്കലും സന്ധി ചെയ്യാത്ത ഒരു വ്യക്തിയായിരുന്നു. അത് സ്വന്തം കൂട്ടത്തിലുള്ള ആളുകളാണെങ്കിൽ പോലും അദ്ദേഹം ആ തെറ്റുകളെ അതിനോട് സന്ധി ചെയ്യാറില്ലായിരുന്നു. അതുതന്നെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ കേരളം നൽകുന്ന ഈ യാത്രയയപ്പ്. നമുക്ക് കാണാം കൊച്ചു കുഞ്ഞൊക്കെ VS കാണാൻ വേണ്ടി കൊച്ചു കുഞ്ഞും അങ്ങനെ ഇങ്ങനെ ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും പല ഇടങ്ങളിൽ നിന്നൊക്കെ വന്നിരിക്കുകയാണ്. തങ്ങളുടെ മക്കളെയൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ VS ഒരു ചരിത്രമാണ്. ആ ചരിത്രത്തെ കാട്ടിക്കൊടുക്കാൻ കഴിയുന്ന അവസാന അവസരം, ആ അവസരം ആളുകൾ പരമാവധി ഇടങ്ങളിൽ നിന്നും ആളുകൾ എത്തുകയാണ്. തങ്ങൾ VS എന്ന ഒരു വികാരത്തെ, ആ വികാരത്തെ ജനങ്ങൾ നെഞ്ചേറ്റി കഴിഞ്ഞിരിക്കുന്നു. കേരളം ഒറ്റക്കെട്ടായി VS യാത്രയയപ്പ്. കേരളം രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്ക് അതീതമായി ഒറ്റക്കെട്ടായി സഖാവ് VS അച്യുതാനന്ദന് യാത്ര പറയുകയാണ്. വലിയ ജനക്കൂട്ടം ഇതാ ആലപ്പുഴ പട്ടണത്തെ ഒരു വലിയ ജനസാഗരമാക്കി തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ